ഇതിനൊക്കെ അവസരം തന്നത് ദൈവമാണ്. ഞാൻ എന്നോട് പലപ്പോഴും ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്താകാൻ. എനിക്ക് പല കാര്യങ്ങൾ അദ്ദേഹം എന്നെയൊക്കെ ഒരു നല്ല 2 വാക്ക് പറഞ്ഞു. ഞാൻ KSRTC നല്ല നിലയിൽ മുന്നോട്ട് മാറ്റിയെന്ന് പറഞ്ഞു. എന്നോട് പലരും ചോദിക്കാറുണ്ട്, ഈ ഐഡിയ ഒക്കെ എവിടെ നിന്ന് കിട്ടുന്നത്? സത്യം ഞാൻ നിങ്ങളത് പറയട്ടെ, എൻ്റെ ഉള്ളിലേക്ക് ജീസസ് ക്രൈസ്റ്റ് ഐഡിയാസ് പറഞ്ഞു തരും. ഞാൻ എൻ്റെ കൂടെയുള്ള ഉദ്യോഗസ്ഥന്മാരെന്നോട് ഞാൻ പറഞ്ഞു, യേശു എന്നോട് സംസാരിക്കും. അപ്പോൾ ഇങ്ങനെ ചിലപ്പം ആഹാരം കഴിക്കുമ്പോൾ, ചിലപ്പോൾ കിടക്കുമ്പോഴായിരിക്കും, ചിലപ്പോൾ കുളിക്കുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ വണ്ടിയിലിരിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് ഒരു ഐഡിയ വരും. ആ ഐഡിയ അപ്പം തന്നെ വിളിച്ച് പറഞ്ഞ് നടപ്പിലാക്കും. ആ നടപ്പിലാക്കുമ്പോൾ അത് വിജയിക്കുന്ന ഉണ്ടെന്നുകൊണ്ട് വന്നാൽ ഈ ഐഡിയ ആരുടേതാണ്? ഗണേഷ് കുമാറിൻ്റെ അല്ല, ദൈവത്തിൻ്റെതാണ് എന്നുള്ളതാണ്. മനസ്സിലായോ? എന്തുകൊണ്ടാണ് ഐഡിയ വിജയിച്ചത്? നമ്മുടെ പല ഐഡിയകളും പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായി പോകും. പക്ഷേ ദൈവം നിർദ്ദേശിക്കുന്ന ആശയങ്ങൾ, ഐഡിയകൾ അത് വിജയിക്കും, ഉറപ്പായിട്ടും വിജയിക്കും. എന്താണ് ജയിക്കുക? ഈ ഐഡിയകളെല്ലാം പറയുന്ന എല്ലാ ഐഡിയ എങ്ങനെ ജയിക്കുന്ന പലരും ചോദിക്കാറുണ്ട് ഉദ്യോഗസ്ഥന്മാർ. അപ്പോൾ ഞാൻ പറയും, എന്നോട് ദൈവം സംസാരിക്കും. ആ ദൈവം എനിക്ക് പറഞ്ഞു തരുന്നതാണ്. യേശു എന്നോട് സംസാരിക്കും, എനിക്ക് പറഞ്ഞു തരും. എന്ത് വിഷയം ചോദിച്ചാലും ഞാൻ അങ്ങോട്ട് ചോദിക്കും, എന്താണിതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പറഞ്ഞു തരാറുണ്ട്. അത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു അനുഭവമാണ്, ഒരു അനുഭവ സാക്ഷ്യമാണ്, ഒരു അത്ഭുതമാണ്. ആരാണ് എനിക്ക് പറഞ്ഞു തരുന്നതെന്ന് ആർക്കും മനസ്സിലാവില്ല. ഞാനൊരു ഇഷ്യൂ പറഞ്ഞാൽ അടുത്ത സെക്കൻഡിൽ ഒരു സൊല്യൂഷൻ പറയാൻ എനിക്ക് കഴിയുന്നു. എൻ്റെ ഉള്ളിൽ നിന്ന് ദൈവം എന്നോട്, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമാണ്, എനിക്ക് പറഞ്ഞു തരാറുണ്ട്. ഇത് പറയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കണമെന്നില്ല. ഇത് കേൾക്കുന്നവർ, അതിനെ പരിഹസിക്കുന്നവന്മാരും കാണും. അതിലൊന്നും എനിക്കൊരു വിഷമമില്ല. ദൈവത്തിനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് പരിഹാസം ഏൽക്കുന്നത് സന്തോഷമുള്ള കാര്യമാണ്. അതൊരു ഒരു അനുഗ്രഹമായി ഞാൻ കരുതുന്ന ആളാണ്. എന്നെ ദീർഘിപ്പിക്കുന്നില്ല. 5 മിനിറ്റാണ് എനിക്ക് അനുവദിച്ച്, അത് കഴിഞ്ഞു. ഞാൻ ഇനി ദീർഘിപ്പിക്കുന്നില്ല. ഒരുപാട് പാസ്റ്റർമാരുടെ മനോഹരമായ ആത്മീയ